ഭാരതാംബയെ വീണ്ടും അവഹേളിച്ച് മന്ത്രി വി ശിവൻകുട്ടി കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ. ഭാരതാംബയുടെ ചിത്രത്തിൽ വനിത മാത്രമേയുള്ളൂവെന്നും പുരുഷൻ കൂടി വേണ്ടതല്ലേ എന്നുമായിരുന്നു മന്ത്രിയുടെ പരിഹാസം. പരിഹാസ ചിരിയോടെയുള്ള മന്ത്രിയുടെ വാക്കുകൾ ദേശീയതയോടുള്ള പരസ്യമായ അവഹേളനമാണ് എന്ന വിമർശനം ഉയരുകയാണ്. മഹതി ആര് തീരുമാനിച്ച ആളാണെന്നറിയില്ല. എന്താ ഒരു വനിത എന്നിട്ട് അതിൽ നിന്നിപ്പോ ദേശീയ പതാക ഒരു പുരുഷനെ കൂടെ വയ്ക്കേണ്ടായിരുന്നു. അവിടെ തുല്യത വേണ്ടേ? അവിടെ ഗവർണർക്ക് എന്താ അധികാരമുള്ളത്? അവിടെ പിന്നെ ഒരു വനിതയുടെ കയ്യിൽ ഒരു കാവിക്കൊടിയും കൊടുത്ത് കൊണ്ടുവച്ച് ഗവൺമെന്റ് ഫംഗ്ഷനിലൊക്കെ പൂജിക്കാൻ എന്താ അധികാരം ഗവർണർക്ക്? ദിസ്ന സുരേഷ് ചേരുന്നു. ദിസ്ന, വീണ്ടും അവഹേളിച്ചിരിക്കുകയാണ് ഭാരതാംബയെ മന്ത്രി വി ശിവൻകുട്ടി. എത്രമാത്രം അപഹാസ്യമായ പരിഹാസ്യമായ വാക്കുകളാണ് ശിവൻകുട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് എന്നുള്ളതാണ്. വനിത മാത്രമാണല്ലോ ഭാരതാംബയുടെ ചിത്രത്തിൽ, ഒരു പുരുഷൻ കൂടി വേണ്ടതല്ലേ എന്നുള്ള പരിഹാസ രൂപേണയുള്ള ഒരു ചിരിയോടുകൂടിയാണ് മന്ത്രി ഈ പരാമർശം നടത്തുന്നത് എന്നുള്ളതാണ്. എത്രമാത്രം അപഹാസ്യമാണ്. ഒരു മന്ത്രിക്ക് ചേരാത്ത തരത്തിലുള്ള പരാമർശങ്ങളല്ലേ വി ശിവൻകുട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്? തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ഒരു പരിഹാസ രൂപേണ ഭാരതാംബയെ ഇത്തരത്തിൽ അവഹേളിച്ച് മന്ത്രി വി ശിവൻകുട്ടി രംഗത്ത് വന്നിരിക്കുന്നത്. അതിൽ പ്രധാനമായും അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അതൊരു വനിത മാത്രമാണ്. ആ ഒരു വനിതയാണ് ഇത്തരത്തിലൊരു കൊടി ഏന്തി നിൽക്കുന്നത്. അതിൽ എന്താണ് ഉള്ളത് എന്നൊരു കാര്യമാണ് ഈ വി ശിവൻകുട്ടി പരിഹാസ രൂപേണ ചോദിച്ചിട്ടുള്ളത്. അത്തരത്തിലാണെങ്കിൽ ഒരു പുരുഷൻ കൂടി സ്ത്രീ പുരുഷ സമത്വത്തിന്റെ പേരിലെങ്കിലും അവിടെ ഉണ്ടാവേണ്ടേ എന്നൊരു കാര്യം തന്നെയാണ് ഈ വി ശിവൻകുട്ടി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വെക്കുന്നത്. അത്തരത്തിൽ വലിയ രീതിയിൽ പരിഹാസ രൂപേണ ഭാരതാംബയെയും ഭാരതം ഊന്നിവെക്കുന്ന അടിസ്ഥാനപരമായ തത്വങ്ങളെയൊക്കെ തന്നെയും വലിയ രീതിയിൽ അധിക്ഷേപിക്കുകയാണ് ഈ വാർത്താ സമ്മേളനത്തിൽ, കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ വി ശിവൻകുട്ടി നടത്തിയത് എന്ന് തന്നെയാണ്. നേരത്തെ മന്ത്രിയുടെ ആ വാക്കുകൾ നമ്മൾ കേട്ടിരുന്നു. ഇത്തരത്തിൽ പരിഹാസ രൂപേണയാണ് അദ്ദേഹം ഈ ചോദ്യങ്ങൾക്കൊക്കെ തന്നെയും മറുപടി പറയുന്നത് എന്ന് നമ്മൾ കണ്ടതാണ്. മാത്രമല്ല ഈ MT രമേശ് ഉൾപ്പെടെയുള്ളവരുടെ പ്രതികരണം രാവിലെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അദ്ദേഹത്തെയൊക്കെ തന്നെയും വലിയ പരിഹാസ രൂപേണ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ പ്രോട്ടോകോൾ ഒന്നും പഠിപ്പിക്കുവാൻ MT രമേശ് ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ വളർന്നിട്ടില്ല. കാരണം MT രമേശ് അത് പഠിപ്പിക്കുവാൻ എവിടെയെങ്കിലും വിജയിച്ചിട്ടുണ്ടോ തുടങ്ങിയ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ് ഈ കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ മന്ത്രി വി ശിവൻകുട്ടി ഉന്നയിച്ചത് എന്ന് തന്നെയാണ്. എന്തിനാണ് ഈ വിഷയത്തെ അല്ലെങ്കിൽ ഗവർണർ ഉയർത്തിപ്പിടിക്കുന്ന ആശയത്തെ ഇത്രത്തോളം ഭയക്കുന്നത് എന്ന് തന്നെയാണ് ഈ വി ശിവൻകുട്ടിയുടെ പരിഹാസ രൂപേണയുള്ള മറുപടിയിൽ നിന്നും നമുക്ക് ചോദിക്കാൻ കഴിയുന്നത്. രോഹിണി, എന്തിനാണ് ഇത്തരത്തിൽ ഈ ഭാരതാംബയെയും ഭാരത ദർശനങ്ങളെയും ഒക്കെ തന്നെയും വലിയ രീതിയിൽ പരിഹസിക്കുന്ന തരത്തിലേക്കുള്ളതായിരുന്നു കോഴിക്കോട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ നടന്ന വാർത്താ സമ്മേളനം എന്ന് തന്നെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അതിൽ പ്രത്യേകമായി എടുത്തു പറയുന്നത് എന്ന് പറഞ്ഞാൽ കൊടിയുമായി നടക്കുന്ന ഒരു വനിത അല്ലെങ്കിൽ കൊടി പിടിക്കുന്ന ഒരു വനിത, അതിൽ എന്താശയമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത് എന്ന കാര്യം തന്നെയാണ് വി ശിവൻകുട്ടി എടുത്തു പറഞ്ഞിട്ടുള്ളത്. എന്തായാലും മന്ത്രിയുടെ ഈ വാക്കുകൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ഉയർന്നു വരുന്നത്. ഭാരതീയ ആശയങ്ങളെയും രീതികളെയും ഒക്കെ തന്നെയും വലിയ രീതിയിൽ പരിഹസിക്കുന്ന ഒരു വാർത്താ സമ്മേളനം തന്നെയാണ് കോഴിക്കോട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ നടന്നത്. അതോടൊപ്പം തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത്തരത്തിലുള്ള ആശയങ്ങൾ ഗവർണർ മുറുകെ പിടിക്കുക ാണെങ്കിൽ തങ്ങളും ഇത്തരത്തിലുള്ള പ്രതിഷേധവുമായി മുന്നോട്ട് പോവാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് ശിവൻകുട്ടി എടുത്തു പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ABVP പ്രവർത്തകരെ ഉൾപ്പെടെ വലിയ രൂക്ഷമായ ഭാഷയിലാണ് മന്ത്രി വാർത്താ സമ്മേളനത്തിൽ വിമർശിച്ചിട്ടുള്ളത്. ദേശീയ പതാക ഉൾപ്പെടെ കീറി എന്നൊക്കെ പറഞ്ഞ് വീണ്ടും കള്ളങ്ങൾ ആവർത്തിക്കുകയാണ് മന്ത്രി വി ശിവൻകുട്ടി ചെയ്തിരിക്കുന്നത്. ഇതിനൊക്കെ എതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് ABVPയുടെയും BJPയുടെയും ഭാഗത്ത് നിന്ന് ഉയർന്നു വന്നിട്ടുള്ളത്. ഇവിടെ എടുത്തു പറയേണ്ടുന്ന ഒരു വസ്തുത എന്ന് പറയുന്നത് ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ നിൽക്കാൻ മടിക്കുന്ന മന്ത്രിമാർ, ഇത്രയും ദിവസമുള്ള ന്യായീകരണം എന്ന് പറയുന്നത് അതൊരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ചിഹ്നം എന്നായിരുന്നു. ഇപ്പോൾ അവരുടെ യഥാർത്ഥ സ്വഭാവം തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഭാരതാംബ ഒരു സ്ത്രീയല്ലേ അല്ലെങ്കിൽ ഒരു വനിതയല്ലേ, അവിടെ ഒരു പുരുഷൻ കൂടി ആകാമായിരുന്നല്ലോ എന്നുള്ള പരിഹാസമാണ്. അപ്പോൾ അവിടെ അത് ഏത് രാഷ്ട്രീയ പാർട്ടി എന്നുള്ളതല്ല, അവരുടെ അങ്ങേയറ്റം വികലമായ ഒരു മാനസിക ചിന്താഗതി കൂടിയാണ് ഇക്കാര്യത്തിൽ പുറത്തു വന്നത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്.
തീർച്ചയായും രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്ര നാളും ഈ ഭാരതാംബ വിഷയത്തിൽ വലിയ രീതിയിലുള്ള അധിക്ഷേപമായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള പരിഹാസപൂർണമായ മറുപടിയിലേക്ക് മന്ത്രി കടന്നിരിക്കുന്നു എന്ന് തന്നെയാണ്. അതിലൊരു ഭീഷണിയുടെ സ്വരം കൂടി ആ വാർത്താ സമ്മേളനത്തിൽ മന്ത്രി നടത്തിയിരുന്നു. രോഹിണി അറിയില്ല, ഗവർണർ ഈ വിഷയം മുഖ്യമന്ത്രിയുമായി സംസാരിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തക്കതായ മറുപടി ആയിരിക്കും നൽകുക എന്നുകൂടി ഈ ശിവൻകുട്ടി പറഞ്ഞു വയ്ക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പം അത്തരത്തിൽ ആസൂത്രിതമായി ഭാരതാംബയെയും അതോടൊപ്പം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളെയും വലിയ രീതിയിൽ അവഹേളിക്കുന്ന തരത്തിലേക്ക് തന്നെയാണ് ഈ പാർട്ടി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള ആളുകൾ കടക്കുന്നത് എന്നതിൽ ഏറ്റവും വ്യക്തമായിട്ടുള്ളത് തന്നെയാണ് ഇന്നത്തെ ഈ പത്രസമ്മേളനം എന്ന് നമുക്ക് കാണാം. മന്ത്രിയുടെ വാക്കുകളൊക്കെ തന്നെയും വളരെ വ്യക്തമായി നമ്മൾ കണ്ടതാണ്. പരിഹാസ രൂപേണ അതൊരു വനിതയല്ലേ, എന്തുകൊണ്ട് പുരുഷനും കൂടിയില്ല, അതിൽ എന്തുകൊണ്ടൊരു സമത്വം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ എന്തുകൊണ്ട് ഈ ഭാരതാംബയുടെ ചിത്രത്തിനരികിൽ ഒരു പുരുഷന്റെ ചിത്രവും വയ്ക്കുന്നില്ല എന്ന രീതിയിൽ വലിയ രീതിയിൽ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള ഒരു പ്രസ്താവന തന്നെയാണ് മന്ത്രി വി ശിവൻകുട്ടി നടത്തിയത്. രോഹിണി, ശരി, ദിസ്ന സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. ഭാരതാംബയെ വീണ്ടും അവഹേളിച്ച് മന്ത്രി വി ശിവൻകുട്ടിയുടെ വാർത്താ സമ്മേളനം. കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു മന്ത്രിയുടെ വാക്കുകൾ. ഭാരതാംബയുടെ ചിത്രത്തിൽ വനിത മാത്രമേയുള്ളൂവെന്നും പുരുഷൻ കൂടി വേണ്ടതല്ലേ എന്നുമായിരുന്നു മന്ത്രിയുടെ പരിഹാസം. പരിഹാസച്ചിരിയോടെയുള്ള മന്ത്രിയുടെ വാക്കുകൾ ദേശീയതയോടുള്ള പരസ്യമായ അവഹേളനമാണ് എന്ന വിമർശനം ഉയരുകയാണ്.